ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് ഉള്ളത് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ വീട്ടിലാണ്. ഷഹീദ്, വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? മാതാപിതാക്കൾ വീട്ടിൽ തന്നെ ഉണ്ടോ? മറ്റ് ബന്ധുക്കളും അയൽവാസികൾക്കും ഒക്കെ ഉണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും മോത്തി, കോരങ്ങാട്ടെ വാടക വീട്ടിൽ ഷഹബാസിൻ്റെ കുടുംബം കഴിയുന്ന വാടക വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഉള്ളത്. അകത്ത് ഉണ്ട് അവർ. തൊട്ടടുത്ത് ചുങ്കത്തിനടുത്താണ് അവർ പുതുതായിട്ട് ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. അതിനടുത്ത് തൊട്ടടുത്താണ് അവരുടെ തറവാടുള്ളത്. അവിടേക്കായിരിക്കും ഷഹബാസിൻ്റെ മൃതദേഹം കൊണ്ടുവരിക. വലിയ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലും തന്നെയാണ് അവർ ഉള്ളത്. ചേട്ടൻ, ഷഹബാസിൻ്റെ ആരാണ്? ബന്ധുവാണ്? അമ്മാവന. എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും വ്യക്തത ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? വ്യക്തത ഇന്നലെ പറഞ്ഞത് തന്നെ, അതെന്നൊക്കെ തന്നെയാണ് ഒന്നും പറയാനുള്ളത്. അവനിന്നലെ ഇവിടുന്ന് പോയതാണ്. വൈകുന്നേരം ഒരു 5:30 മണിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ട്. പാപ്പ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായക്ക് കടി വേണമെന്ന് പറഞ്ഞു. ആ ചായക്ക് കടിക്ക് ഒരു 100 ഉറുപ്പികയും കൊടുത്ത് ഇവനെ പറഞ്ഞയച്ചതാണ്. തിരിച്ച് വരുന്നത് വേറൊരു കോലത്തിലാണ്. അപ്പോൾ ഇവനെന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവനിവിടുന്ന് ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി ഇവനെയും വണ്ടിമേലേറ്റവും കയറ്റി അവനെ കൊണ്ടുപോയിട്ട് ഇവനെ അടിച്ച് ശരിയാക്കി പരുവത്തിലാക്കി തന്നെയാണ് ശരിയാ. വരുന്ന സമയത്ത് എന്താ ആരോഗ്യസ്ഥിതി? വളരെ സീരിയസിലാണ്. ആ തന്നെയല്ല, ഇവിടെ കൊണ്ടുവന്നല്ല ഇറക്കിയിട്ട് അവിടെ ഒരു വീടിൻ്റെ ഒരു വരാന്തയിൽ മറ്റേ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. കൊണ്ടുപോയതെന്ന് ആരെന്ന് വെച്ചാൽ ഇവിടെയുള്ളൊരു പയ്യനാണ് പറഞ്ഞത്. അത് വാപ്പയ്ക്കേ ഓർമ്മയുള്ളൂ. ഞാനിവിടെ ഇല്ലല്ലോ, ഞാൻ വേറെ സ്ഥലത്താണ്. അപ്പോൾ വാപ്പ പറഞ്ഞത് അത് നമ്മളറിയുമെന്നാണ് പറഞ്ഞത്. ആരോഗ്യസ്ഥിതി അത്രയും മോശം. ഒറ്റ മോശം. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ കട്ടിലിൻ്റെ മുകളിലൊക്കെ കമന്നിട്ട് വീണതാണ്. കമന്ന് വീണും കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം വായിന്നിങ്ങനെ ഒരു നൊര വന്നിക്കുന്നു. നൊര വന്ന് ഒരു പദം ഇങ്ങനെ വന്ന് ആ പത വന്നു കഴിഞ്ഞ് അതിലൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ പത വന്ന് പിന്നെ ഛർദ്ദിച്ചപ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഇത് എന്തോ സംഭവിച്ചു, എൻ്റെ തലക്കെന്തോ പറ്റിയിരിക്കുന്നു, പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അങ്ങനെ ഇവിടുന്ന് ഒരു കാറ് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ കാറിൽ കയറ്റി വേഗം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് ഡോക്ടർമാർ നോക്കിയപ്പോൾ പറഞ്ഞ് ഇത് ഇത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആംബുലൻസ് എല്ലാ സെറ്റപ്പോടും കൂടിയുള്ള ആംബുലൻസ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലില്ല. അപ്പോൾ ICU സംവിധാനമുള്ള ആംബുലൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ICU സംവിധാനമുള്ള ആംബുലൻസിന് ഈങ്ങാപ്പുഴന്ന് വരുത്തിക്കണം. ഈങ്ങാപ്പുഴന്ന് ആംബുലൻസ് വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ആ ആംബുലൻസ് കയറ്റി ഓക്സിജൻ സംവിധാനം കൂടിയൊക്കെ ഉള്ള ആംബുലൻസാണ്. അപ്പോൾ അതിൽ കയറ്റിയാണ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അന്ന് ഇവിടുന്ന് കയറ്റിയ ഈ അവസ്ഥയിൽ തന്നെയാണ് അന്നപ്പോൾ ICUവിലേക്ക് കയറ്റിയത്. തീർച്ചയായും മോത്തി, ബന്ധു അമ്മാവനാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം 5:30 വീട്ടിൽ നിന്നും ഒരു വൈകുന്നേരം ചായക്കടി വാങ്ങാൻ വേണ്ടി പൈസ കൊടുത്ത് ഇറങ്ങിയതാണ്. പക്ഷേ പിന്നീട് കൂട്ടുകാരെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സുഹൃത്തുക്കൾ ചിലരെത്തി ബൈക്കിൽ ഷഹബാസിനുമായി പിന്നീട് ഈ സംഭവമുണ്ടായ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു, താമരശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ച് പിന്നീട് തിരിച്ചു വരുന്നത് വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ് അവശനായ നിലയിലാണ് എന്നുള്ളത് തന്നെയാണ്. ചില വിദ്യാർത്ഥികൾ തന്നെയാണ് അവിടുന്ന് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത്. പിന്നീട് ആക്രമണത്തിൽ പരിക്കേറ്റ ശേഷം തിരിച്ച് വിദ്യാർത്ഥികൾ തന്നെ പക്ഷേ വീട്ടിലെത്തിച്ചില്ല. തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കടയിൻ്റെ മുറ്റത്ത് ഇറക്കി വിട്ടു എന്നാണ് ബന്ധു അമ്മാവൻ പറയുന്നത്. പക്ഷേ പിന്നീട് വീട്ടിലെത്തിയ സമയത്ത് ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് മോശമാവുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്.